നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുകയാണ്. റഫറൻസ് നിലനിൽക്കുമോ എന്നതിലാണ് ആദ്യം പ്രാഥമിക വാദം നടക്കുക. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് രാഷ്ട്രപതിയുടെ ചുമതല എന്ന് കേരളം വ്യക്തമാക്കിയിരിക്കുന്നു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് തമിഴ്നാടും വാദിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, ഗവർണറുടെ രാഷ്ട്രപതിയുടെ മുന്നിലെത്തുന്ന ഈ ബില്ലുകൾക്ക് കൃത്യമായ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഒരു കോടതി ഇടപെടൽ ഉണ്ടായിരുന്നത്. അതിൽ ആണല്ലോ ഇപ്പോൾ രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ വാദമുഖങ്ങൾ ഇന്ന് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. കേരളവും തമിഴ്നാടുമൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? എന്താണ് ഇപ്പോൾ വാദം തുടരുന്ന ഘട്ടത്തിൽ എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, രാഷ്ട്രപതി റഫറൻസിൽ ശക്തമായ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു വാദമാണ് കേരളവും തമിഴ്നാടും നടത്തിയിരിക്കുന്നത്. കേരളം പറഞ്ഞത് ഈ ആർട്ടിക്കിൾ 200 പ്രകാരം ബില്ലുകൾ ഗവർണർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നതിൻ്റെ ഉത്തരവായിരുന്നു തമിഴ്നാട് കേസിലൂടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് എന്നായിരുന്നു കേരളം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് രാഷ്ട്രപതിയുടെ ചുമതല. അതിനെ മറികടന്ന് പോവുക എന്നതല്ല എന്നുകൂടി കേരളം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ റഫറൻസ് നൽകിയിരിക്കുന്നത് രാഷ്ട്രപതിയല്ല, മറിച്ച് ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണ് എന്നൊരു ആരോപണം കൂടി കേരളം ഇന്ന് സുപ്രീം കോടതിക്ക് മുൻപിൽ ഉന്നയിച്ചു. അതായത് ജസ്റ്റിസ് JB പർദിവാലയുടെ വിധിയിൽ ഒരു തരത്തിലുള്ള പരിശോധനകളും നടത്താതെയാണ് ധൃതി പിടിച്ച ഒരു റഫറൻസുമായി ഇപ്പോൾ കോടതിയിലെത്തിയത് എന്നതടക്കമുള്ള വാദങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. തമിഴ്നാടും ശക്തമായ രീതിയിൽ ഈ റഫറൻസിനെ എതിർത്തു. ഇത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് തമിഴ്നാടും വാദിച്ചത്. രണ്ടംഗ ബെഞ്ചിന്റെ വിധിയെ റഫറൻസിലൂടെ പുനഃപരിശോധിക്കാനാകില്ല, അതിന് മറ്റു വഴികളാണ് നിയമത്തിലുള്ളത് എന്നതായിരുന്നു തമിഴ്നാട് ഉന്നയിച്ച പ്രധാന വാദം എന്നുള്ളത്. സുപ്രീം കോടതിയുടെ ഒരു വിധി ആർട്ടിക്കിൾ 141 പ്രകാരം നിയമമാണ്, ആ നിയമത്തിന് വിധേയരാണ് എല്ലാവരുമെന്ന് കേരളവും വ്യക്തമാക്കുകയുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ റഫറൻസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വാദമാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് റഫറൻസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കേന്ദ്രം ഉന്നയിച്ചിരിക്കുന്നത് ഇത് നിയമപരമായി നിലനിൽക്കും എന്നുള്ളതാണ്. അതായത് ഈ കോടതി വിധി, ഈ ജസ്റ്റിസ് JB പർദിവാലയുടെ വിധിയിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്, ചില പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും രാഷ്ട്രപതിക്ക് റഫറൻസ് നൽകാൻ കഴിയും. 3 മാസം എന്ന സമയപരിധി പാലിക്കാൻ എങ്ങനെ രാഷ്ട്രപതി ബാധ്യസ്ഥനാകും? അനുച്ഛേദം 200 പാലിക്കാനാണ് ഉത്തരവാദിത്വമെന്നും കേന്ദ്രം വാദിക്കുകയുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ റഫറൻസ് നിലനിൽക്കുമോ എന്ന ചോദ്യത്തിൽ വാദം തുടരുകയാണ്. കൃഷ്ണൻ, അച്യുതൻ, വളരെ ചരിത്രപരമായ വിധി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിലുണ്ടായത്. ഗവർണറായാലും രാഷ്ട്രപതി ആയാലും ജനപ്രാതിനിധ്യ സഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ, അതിന്മേലുള്ളൊരു തീരുമാനം, അതിനൊരു കൃത്യമായ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് അത് വൈകാൻ പാടില്ല, അതിനകത്തൊരു സമയക്രമം ഉണ്ടാകണം എന്ന വളരെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ട ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതിനെതിരെ 14 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണല്ലോ രാഷ്ട്രപതിയുടെ റഫറൻസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന് മറുപടി പോലും നൽകാതെ തള്ളണം എന്നതായിരുന്നു കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം. ഈ കാര്യത്തിൽ റഫറൻസിനെ അനുകൂലിക്കുന്നവരെയും എതിർക്കുന്നവരെയും ഒക്കെ വിവിധ സമയങ്ങളിലായി കേട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാം എന്നതിലേക്കാണോ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കടക്കുക? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വാദങ്ങളായിരിക്കും, ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും രാഷ്ട്രപതിയുടെ റഫറൻസിലൂടെ കോടതിയുടെ മുന്നിലേക്ക് എത്തുക? ഞാൻ മനസ്സിലാക്കുന്ന 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതിയുടെ റഫറൻസിലുള്ളത് എന്നാണ്. തീർച്ചയായിട്ടും ഗോപികൃഷ്ണ, റഫറൻസിൽ രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നത് ഈ ആർട്ടിക്കിൾ 200 പ്രകാരം സമയപരിധി നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ അതിലൊരു സമയപരിധി, അത്തരമൊരു നിർവചനം ഭരണഘടന നൽകുന്നില്ല. ആ സമയപരിധിയാണ് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് നിർവചിച്ചത്. അപ്പോൾ അത്തരമൊരു അധികാരം സുപ്രീം കോടതിക്കുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു രാഷ്ട്രപതി റഫറൻസ് നൽകിയത്. എന്നാൽ റഫറൻസ് നൽകിയതിന് പിന്നാലെ കേരളവും തമിഴ്നാടും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. കാരണം പൊതുവെ ഈ സംസ്ഥാനങ്ങൾ പറയുന്നത് ഈ ബില്ലുകൾ ഇങ്ങനെ പിടിച്ചുവെക്കുന്ന സംഭവം അത് ഒരിടത്ത് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. ഗവർണർമാർ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നില്ല, അത് വൈകിപ്പിക്കുന്നു. അതിനി രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അവിടെയും കാലതാമസം എടുക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇത് ഭരണനിർവഹണത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ സമീപനങ്ങൾ മാറുന്നത് എന്നാണ് കേരളവും തമിഴ്നാടും ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത്. തമിഴ്നാട്
തമിഴ്നാട് ഹർജിയിൽ അന്ന് വാദം നടക്കുമ്പോഴും ഇക്കാര്യങ്ങൾ കോടതി പോലും നിരീക്ഷിച്ചിരുന്നു. അതായത് ജനക്ഷേമ പദ്ധതികളുടെ തടസ്സപ്പെടുത്തൽ കൂടിയായിരിക്കും ഈ ബില്ലുകൾ ഒപ്പിടാതെ വരുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഈ വിധി വരുമ്പോൾ രാഷ്ട്രപതി പറയുന്നത് സുപ്രീം കോടതിക്ക് അത്തരമൊരു സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല, ഭരണഘടന അങ്ങനെ ഒന്നും നിർവചിക്കുന്നില്ല എന്നായിരുന്നു രാഷ്ട്രപതി റഫറൻസിലൂടെ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ആ ആർട്ടിക്കിൾ 200 തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ വാദത്തിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 200 പ്രകാരം ഈ സമയപരിധി എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ പരാമർശിക്കുന്നില്ല. രാഷ്ട്രപതിക്ക് ഗവർണർക്കും ഈ കാര്യത്തിൽ സമയപരിധി പറയുന്നില്ല. പക്ഷേ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നൊരു സമയപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സാധ്യമാകും എന്നാണ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ രാഷ്ട്രപതി ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ സമയപരിധി നിശ്ചയിക്കുന്ന ആ ഒരു തീരുമാനം തീരുമാനം ഈ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, അത് ചില പൊരുത്തക്കേടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ന് കോടതി അറിയിക്കുകയുണ്ടായി. ഈ ഭരണഘടനാ ബെഞ്ച് സ്വാഭാവികമായും പരിശോധിക്കുന്നത് ഈ റഫറൻസിന് ഒരു മറുപടി നൽകുക എന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിധി ജസ്റ്റിസ് JB പർദിവാലയുടെ വിധി റദ്ദാക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്ന കാര്യങ്ങളിലും പരിശോധന നടത്തും. എന്തായാലും നിലവിൽ ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണിക്കേണ്ടതുണ്ടോ അല്ല അത് തള്ളിക്കളയേണ്ടതാണോ എന്ന കാര്യത്തിലാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുന്നത്. ഇതിൽ റഫറൻസിനെ അനുകൂലിക്കുന്നവരും റഫറൻസിനെ എതിർക്കുന്നവരുമായ രണ്ട് വിഭാഗങ്ങൾ അവരുടെ വാദം എന്നാണ് പൂർത്തിയാവുക? അതിന് കോടതി ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ. അതിനുശേഷമാണല്ലോ ആദ്യം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേൾക്കുക, റഫറൻസിനെ എതിർക്കുന്നവർ എന്ന നിലയ്ക്ക്. അതിനുശേഷം റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം കേൾക്കുക, മറുപടി വാദം കേൾക്കുക, അതിനുശേഷം ഒരു തീരുമാനം എന്നതാണല്ലോ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു സമയപരിധി, വാദം ഇത്ര ദിവസം എന്നത് നിശ്ചയിച്ചിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, നിലവിൽ ഈ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ 4 ദിവസമാണ് ഈ റഫറൻസിനെ അനുകൂലിക്കുന്നവർക്ക് വാദം ഉന്നയിക്കാനായി നൽകിയിരിക്കുന്നത്. കാരണം ഇന്ന് തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ, റഫറൻസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വാദം പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം ആരംഭിക്കും. അത് ഇന്ന് തുടങ്ങി നാളെ, മറ്റന്നാൾ, പിന്നെ ഈ മാസം 26 എന്നിങ്ങനെ 4 ദിവസമാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഈ മാസം 28 മുതൽ റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദമായിരിക്കും കോടതിയിൽ നടക്കുക. അത് സെപ്റ്റംബർ 2 ആ തീയതികളിലായിരിക്കും 4 ദിവസം അതിനും അനുവദിച്ചിരിക്കുന്നത്. ഇത് പൂർത്തിയായ ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുക. റഫറൻസിന് എതിരായ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇത്തരത്തിൽ നിർവചിക്കുമോ, അല്ലെങ്കിൽ ഈ ജസ്റ്റിസ് JB പർദിവാലയുടെ ആ വിധി റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമോ എന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിലെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം അതിനിർണായകമാണ്. കാരണം ഈ വാദം ഉന്നയിക്കുമ്പോൾ പോലും പറഞ്ഞത് ഇതിൽ എടുക്കുന്ന തീരുമാനം അത് ഭാവിയെ കൂടി ആശ്രയിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ഇനിയും ഗവർണർമാരും ജനപ്രാതിനിധ്യ സഭകൾ പാസാക്കുന്ന ബില്ലുകളിന്മേൽ ഗവർണറും രാഷ്ട്രപതിയും തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച ചരിത്രപരമായ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത്. ആ റഫറൻസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് അതിന്റെ വാദം കേൾക്കൽ തുടങ്ങിയിരിക്കുന്നു. കേരളവും തമിഴ്നാടും ഈ റഫറൻസിനെ ശക്തമായി എതിർക്കുന്നവരാണ്. റഫറൻസ് മറുപടി പോലും നൽകാതെ തള്ളിക്കളയണമെന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ കേരളത്തിനും തമിഴ്നാടും ഉള്ളത്. 14 ചോദ്യങ്ങളാണ് ഈ റഫറൻസിലൂടെ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഭരണഘടനാനുസൃതമായി ഗവർണർക്കും അതുപോലെ രാഷ്ട്രപതിക്കും ഒരു സമയക്രമം നിശ്ചയിക്കാൻ കഴിയുക എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു റഫറൻസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുന്നിലെത്തിയിരിക്കുന്നത്. അതിന്റെ വാദം കേൾക്കൽ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് R. അച്യുതൻ നൽകിയത്.